2017 നവംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കൊടുക്കുന്നത്. പിന്നീട് 5 വർഷം ഈ കത്രികയും വയറ്റിൽ പേറി അതിൻ്റെ ദുരിതവും അനുഭവിച്ച് ജീവിച്ചയാളാണ് ഹർഷിന. പിന്നീട് കത്രിക പുറത്തെടുക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി വേണം, അർഹമായ നഷ്ടപരിഹാരം നൽകണം എന്ന വലിയ ആവശ്യം ഹർഷിന ഉന്നയിക്കുന്നു. 106 ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിൽ സത്യാഗ്രഹ സമരം ഇരിക്കുന്നു. ഈ ദിവസമാകുമ്പോഴും ഹർഷിനയ്ക്ക് നീതി അകലെയാണ്. ഇന്നിപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരത്തിലാണ് ഹർഷിനയുള്ളത്. ഇപ്പോൾ ഹർഷിന മീഡിയ വണിനൊപ്പം ചേരുകയാണ്. നീതിക്ക് വേണ്ടി ഇങ്ങനെ വീണ്ടും സമരമിരിക്കേണ്ട അവസ്ഥയാണല്ലേ? തീർച്ചയായും 8 വർഷത്തോളമായി ഈ വേദനകൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്, 3 വർഷത്തോളമായി നീതിക്ക് വേണ്ടി യാചിക്കാൻ തുടങ്ങിയിട്ട്, തെരുവിൽ സമരങ്ങൾ നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടും ഒരു വിധത്തിലുള്ള നീതിയും ഇതുവരെ അടുത്തെത്തിയിട്ടില്ല. അവസാന പ്രതീക്ഷ കോടതിയിലായിരുന്നു. പോലീസ് ആത്മാർത്ഥമായി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്ത് പ്രതികൾ ഹൈക്കോടതിയിൽ പോയി നമ്മൾ പോലും അറിയാതെ സ്റ്റേ വാങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നമുക്ക് വേണ്ടി ഗവൺമെൻറ് പ്രോസിക്യൂഷൻ ആയിരുന്നു അവിടെ വാദിക്കേണ്ടിയിരുന്നത്. പക്ഷേ അവർ മൗനം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും തെളിവുകളോടുകൂടി സമർപ്പിച്ച കുറ്റപത്രം സ്റ്റേ ചെയ്തിട്ടുള്ളത്. സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ഇതുവരെ അതിലൊരു സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് എല്ലായ്പ്പോഴും ഹർഷിനൻ്റെ കൂടെയാണ്. ഹർഷിനക്ക് നീതി ഉറപ്പാക്കുന്ന വാക്കുകളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് പ്രവൃത്തിയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകണമെങ്കിൽ, കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ആ സ്റ്റേ നീക്കം ചെയ്യാൻ അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇത്രയും നഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് ഒരു അർഹതപ്പെട്ട ഒരു നഷ്ടപരിഹാരവും ഇത് ചെയ്ത പ്രതികൾക്കെതിരെ ഒരു തക്കതായ ഒരു നിയമ നടപടി ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ്. ഉറപ്പാക്കും എന്ന് പറഞ്ഞ നീതി ഇതുവരെ നമ്മളടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് ആരോഗ്യമന്ത്രി തന്നെ സമരപന്തലിൽ വന്നതാണ്, നീതി ഉറപ്പ് നൽകി അന്ന് പിരിഞ്ഞതാണ്. പിന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായോ? ഒരു തുടർച്ചയുണ്ടായിട്ടില്ല. അതിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഇത്രയും വേദനയും പ്രയാസങ്ങളും മരണം വരെ നിലനിൽക്കാവുന്ന രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് ഓപ്പറേഷന് മേൽ ഓപ്പറേഷനും നടന്നുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും ഞങ്ങളെ നഷ്ടങ്ങൾക്ക് ഒരു തരത്തിലും പരിഹാരമാവില്ല എന്നുള്ളത് കൊണ്ട് അത് പോരാ, അത് കൂട്ടി വേണം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനുശേഷം ഒരു തരത്തിലുള്ള നടപടിയോ ഒരു തരത്തിലുള്ള സമീപനമോ നമുക്ക് അടുത്തുണ്ടായിട്ടില്ല. ഇതുവരെ ഒരു മറുപടി തന്നിട്ടുമില്ല. സമരസമിതി ചെയർമാൻ ദിനേശ് പെരുമണ്ണ കൂടി ചേരുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ സമരമിരിക്കേണ്ട അവസ്ഥയാണല്ലേ? ഈ സഹോദരിക്ക് നീതി ഉറപ്പാക്കി കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ. കാരണം കഠിനമായ സമരങ്ങളാണ് ഞങ്ങളെല്ലാം നടത്തിയത്. 104 ദിവസക്കാലം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ സമരം നടത്തി. കമ്മീഷണർ ഓഫീസിൻ്റെ മുന്നിൽ, DMO ഓഫീസിൻ്റെ മുന്നിൽ, കലക്ട്രേറ്റിൻ്റെ മുന്നിൽ, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എല്ലാം സമരം നടത്തിയിട്ടും ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഇവർ കണ്ണു തുറന്നേ ഇവർക്ക് നീതി ഉറപ്പാക്കിയേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അടുത്തത് ഞങ്ങളുടെ സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്കാണ്. അതിനകം കോഴിക്കോട്ട് വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി എവിടെ ഈ നഗരത്തിൽ അവർ പരിപാടിയുമായിട്ട് വരുന്നുണ്ടോ അവരുടെ മുന്നിൽ നിന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനവും സമരസമിതി എടുത്തിട്ടുണ്ട്. തീർച്ചയായും 2 ഡോക്ടർമാരും 2 സിസ്റ്റേഴ്സും ഇതിൽ കുറ്റക്കാരാണ് എന്ന് മെഡിക്കൽ കോളേജ് പോലീസ് കണ്ടെത്തിയതാണ്. ഹർഷിനയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത് 12 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള കത്രികയാണ്. അപ്പോൾ ഇതാരാണ് വയറ്റിൽ വെച്ച് തുന്നിയത് എന്നതിന് കുറ്റക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്, ശിക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള സമര പോരാട്ടം ഇപ്പോഴും ഹർഷിന തുടരുകയാണ്. ഇപ്പോൾ ഈ സത്യാഗ്രഹ സമരം KPCC മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടുന്ന് പിരിയുകയും ചെയ്തു. ക്യാമറ പേഴ്സൺ ഷബീർ ഖലീലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.